ബിജോയുടെ നമസ്കാരം. നമസ്കാരം. ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. 2025 ജൂൺ 25 ബ്രിട്ടീഷ് റോയൽ നേവി പ്രസിദ്ധീകരിച്ചതാണ് ഈ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഈ ഇംഗ്ലീഷ് ചാനലിലൂടെയും വടക്കൻ കടലിലൂടെയും റഷ്യൻ നാവിക കപ്പലുകൾ വരുന്നുണ്ട് ബ്രിട്ടന്റെ തീരത്തേക്ക്. റഷ്യൻ നാവിക കപ്പൽ എന്ന് പറയുമ്പോൾ ചെറിയ കപ്പലൊന്നുമല്ല വരുന്നത്. ഇച്ചിരി ഒരു സഞ്ചരിക്കുന്ന ഒരു ദ്വീപ് തന്നെയാണ് അവിടെ വരുന്നത്. ആ കപ്പലിന്റെ ഒരു കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടനെ സമ്പൂർണ്ണമായിട്ട് അടിച്ചു തകർക്കാൻ ആ ഒരു കപ്പൽ മതി എന്ന് നമുക്ക് ചിലപ്പോ തോന്നിപ്പോകും. അതായത് റഷ്യയുടെ ബാൾട്ടിക് കപ്പലിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു റഷ്യൻ സ്റ്റൈറഗുഷി ക്ലാസ് കോർവൈറ്റ് ആണ് വരുന്നത്. RFN ബോയ്ക്കി എന്നാണ് അതിന്റെ പേര്. പ്രോജക്ട് 2380 എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ മൾട്ടി റോൾ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കപ്പലാണിത്. അപ്പൊ ഇതിന് സ്റ്റെൽത്ത് സവിശേഷതകളുണ്ട്, നൂതന സെൻസറുകളുണ്ട്, യുറാൻ ആന്റി ഷിപ്പ് മിസൈലുകൾ ഇതുവഴി വിക്ഷേപിക്കാൻ പറ്റും, റഡക്ട് സർഫസ് ടു എയർ മിസൈലുകളുണ്ട്, ടോർപിഡോകളുണ്ട്, 100 mm നാവിക തോക്ക് ഉൾപ്പെടെയുള്ള കരുത്തുറ്റ ആയുധ സ്യൂട്ട് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വമ്പൻ കപ്പലാണ്. വിപുലീകൃത ആന്റി സബ്മറൈൻ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി കോർവെറ്റ് ഒരു KA-27 ഹെലികോപ്റ്ററും ഇതിനകത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കപ്പലിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന്. റഷ്യയുടെ പടക്കപ്പലാണ്, അറിയാലോ. നമ്മുടെ അമേരിക്കയെ വരെ ഇന്ത്യയുടെ പിറകിൽ വന്ന് നിന്ന് ഓട്ടിച്ചോ, അമേരിക്കയുടെ 7ാം കപ്പൽ പടയെ വരെ ഓട്ടിച്ചോ എന്ന് പറയുന്ന ഒരു കപ്പൽ. അപ്പൊ റഷ്യയുടെ നാവിക ശക്തി നമുക്കറിയില്ല. അപ്പോ ഈ കപ്പൽ വന്നതിന് പിന്നാലെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടൻ അവരുടെ റോയൽ നേവികളുടെ യുദ്ധക്കപ്പലുകളും ഹെലികോപ്റ്ററുകളും സജീവമാക്കി അവിടെ വിന്യസിച്ചിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ടൈപ്പ് 45 ഡിസ്ട്രോയർ HMS ഡങ്കൻ, റിവർ ക്ലാസ് ഓഫ് ഷോർ പെട്രോൾ കപ്പലായിട്ടുള്ള HMS മേഴ്സി. അപ്പോൾ ഈ 2 കപ്പലും ഈ റഷ്യൻ നാവികസേനയുടെ കപ്പലിനെ നിരീക്ഷിക്കാനായിട്ട് അവിടെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. പോരാത്തതിന് ആകാശം വഴി നിരീക്ഷിക്കാൻ ഹെലികോപ്റ്ററും. എന്താണിത് സൂചിപ്പിക്കുന്നത്? യൂറോപ്പുമായിട്ട് റഷ്യക്ക് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് ബ്രിട്ടനുമായിട്ട് മാത്രമായിരിക്കും. കാരണം നമ്മളെപ്പോഴും കരുതും അമേരിക്ക, റഷ്യ അവരാണല്ലോ ശത്രുക്കൾ എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഈ ബ്രിട്ടനുമായിട്ട് റഷ്യക്ക് ഉടക്ക് തുടങ്ങുന്നത് ഈ യുക്രൈൻ വാർ വെച്ചിട്ടല്ല. ചിലർക്കൊക്കെ തെറ്റിദ്ധാരണയുണ്ട് യുക്രൈൻ്റെ വാർ വന്നതിന് ശേഷമാണ് എന്നുള്ളത്. അതായത് വളരെ കാലമായിട്ട് ബ്രിട്ടൻ എപ്പോഴും കരുതുന്നത് റഷ്യ, ആ ഭരണകൂടം, അവർ പറയുന്നത് ലോകത്തിന് തന്നെ ആപത്തെന്നാണ്. പക്ഷെ ബ്രിട്ടൻ കരുതുന്നത് അവർക്കെന്നും അതൊരു ഭീഷണി തന്നെയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവർ ലക്ഷ്യം വെക്കും എന്നാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ബന്ധം വഷളാകുന്നതെന്ന് മാത്രമല്ല, ബ്രിട്ടന്റെ അവസ്ഥയും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. 2010 അനുബന്ധിച്ച് ഒരു സംഭവം നടക്കുന്നു. അതായത് റഷ്യയുടെ ഒരു ചാരൻ, അതായത് അവരുടെ ഇന്റലിജൻസ് മേധാവിയും ഒപ്പം തന്നെ അവരുടെ പട്ടാള മേധാവിയൊക്കെ ആയിരുന്ന സെർജി സ്ക്രിപ്പാലി എന്ന് പറയുന്ന ഇന്റലിജൻസിന്റെ ഒരു മേധാവിയാണ്. ഇദ്ദേഹം ഒരു ഡബിൾ ഏജന്റായി പ്രവർത്തിച്ചു. അതായത് ഒരേ സമയം തന്നെ ബ്രിട്ടന്റെ രഹസ്യം ചോർത്താൻ റഷ്യയുടെ ചാരനായും പ്രവർത്തിച്ചു, ഒപ്പം തന്നെ റഷ്യയുടെ രഹസ്യങ്ങൾ ചോർത്തി ബ്രിട്ടനും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ ഇയാളെ ജയിലിലാക്കുന്നു. 13 വർഷത്തെ തടവിന് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടനും റഷ്യയും തമ്മിൽ തടവുകാരെ കൈമാറാൻ 2010 ഒരു ധാരണയെത്തുകയും അത് പ്രകാരം ഈ പറയുന്ന സെർജി സ്ക്രിപ്പാലിയെ നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ഇതിനെ ചൊല്ലി ഒരു വലിയ തർക്കം നടന്നു. ആ തർക്കം നീണ്ടുപോകുന്നു. ഇതിനിടയിൽ ബ്രിട്ടനിലും ചില സംഭവങ്ങൾ നടന്നു. 2020 ആയപ്പോഴേക്കും അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടു. അവിടെ ഒരു റഫറൻഡം നടത്തി ജനങ്ങൾ പറഞ്ഞു അത് വേണ്ട, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അവർ വിട്ടു. അതിനിടയിൽ നോർത്ത് അയർലൻഡുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായി. അങ്ങനെ പോകുന്നു ആ വിഷയങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ റഷ്യ ആണ് എന്ന് നിരന്തരം UK ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2018 ആയപ്പോൾ ഈ സെർജിയുടെ കുടുംബം, മകൾ ഉൾപ്പെടെ, സ്ക്രിപ്പാലിയുടെ കുടുംബം, മകളും ഇദ്ദേഹവും അബോധാവസ്ഥയിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ചികിത്സിച്ച് ഡോക്ടർമാർ കണ്ടെത്തിയത് ഒരു പ്രത്യേകതരം വിഷവസ്തു ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു വിഷമാണ്. നമുക്കറിയാം ലോകത്ത് ഈ വിഷം കൊണ്ട് ആളുകളെ വധിക്കുന്നതിൽ റഷ്യ കവച്ചു വെക്കാൻ ഇന്നും ഒരാർക്കും കഴിയില്ല. അല്ലെ, പുടിന്റെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിഷമിച്ച് കൊന്നു ആരോപണം എല്ലാവരും. കാരണം ഇത് കണ്ടുപിടിക്കാനും പറ്റില്ല ഏത് വിഷമാണ്. നമ്മളിത് മുമ്പ് റഷ്യയുടെ വിഷം ഭയങ്കരമായിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ സുനന്ദ പുഷ്കർ കേസില് നമ്മൾ അന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും പറഞ്ഞു ശശി തരൂർ ഇങ്ങനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ചെയ്താണത്. അന്ന് മാധ്യമങ്ങളൊക്കെ പറഞ്ഞ ചായക്കപ്പില്
തേച്ച് വെക്കും, ഇതെടുത്ത് കുടിക്കുമ്പോൾ വരുന്നു. പക്ഷെ ഏതായാലും ഈ വിഷം ഈ ഇദ്ദേഹത്തിന്റെ മകളുടെയും ഈ സെർജി സ്ക്രിപ്പാലിയും അദ്ദേഹത്തിന്റെ മകളുടെ ശരീരത്തിൽ കൊണ്ടുവന്ന് കണ്ടെത്തിയോടി വീണ്ടും രൂക്ഷമായി. റഷ്യക്കെതിരെ ആരോപണം വന്നു. ഇവർ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പുറത്താക്കി. അതിനുശേഷം UK പാർലമെന്റിലടക്കം റഷ്യയുടെ സൈബർ അറ്റാക്ക് നടന്നു. അതായത് UK പറയുന്നത് റഷ്യ അവിടെ ചാരപ്പണി ചെയ്തിരുന്നു, സൈബർ, അതായത് ഞങ്ങളുടെ പാർലമെന്റിലടക്കം അവർ ചെയ്തു എന്ന് പറയുന്നു. അവിടെ മുതൽ ഭയങ്കരമായ ഒരു ശത്രുതയിലേക്ക് ഇവർ നീങ്ങുന്നു. അങ്ങനെ അത് നേരത്തെ മുതലേ ഉള്ള ശത്രുതയാണെന്ന് ആലോചിക്കണം, അത് ഒരു ശത്രുതയല്ല ഈ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും UK ആയുധം നൽകിക്കൊണ്ട്, അതായത് ഉക്രൈൻ ആയുധം നൽകി. ഉക്രൈന് ആയുധം നൽകി, അത് പരസ്യമായിട്ട് തന്നെയാണ് അവർ നൽകിയത്. അവർ പറഞ്ഞു ഞങ്ങളുടെ സൈനിക ശേഷി നൽകും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നൽകി. ഇതോടുകൂടി ഈ അറ്റാച്ച്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ UK നയതന്ത്ര പ്രതികളൊക്കെ നേരത്തെ പുറത്താക്കിയല്ലോ. അപ്പൊ അറ്റാച്ച്മാരുണ്ട്, 2 അറ്റാച്ച്മാരെ പുറത്താക്കി. അങ്ങനെ നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു, റഷ്യ മോസ്കോയിൽ മിസൈൽ അറ്റാക്ക് നടത്തി ഉക്രൈൻ എന്ന് പറഞ്ഞു, ബാലിസ്റ്റിക് മിസൈൽ. അത് ഈ UK മിസൈലായിരുന്നു. അപ്പോൾ പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു നിമിഷം പോലും വേണ്ട നിങ്ങളെ തകർത്ത് തരിപ്പണമൊക്കെ, ഞാനത് ചെയ്യും. കാരണം നിങ്ങളാണ്, അതായത് പുടിൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് UK ആണ് ഉക്രൈൻ ഇപ്പോഴും ഈ പിടിച്ചു നിർത്തുന്ന വാറിൽ. അവർ കൊടുക്കുന്ന ഈ ആയുധങ്ങളും കാര്യങ്ങളും വെച്ചിട്ടാണ് പോകുന്നതെന്ന്. കാരണം അമേരിക്ക ഇടപെടുന്നു, ട്രംപ് ഇടപെടുന്നു, ആരിടപെട്ടിട്ടും കാര്യമില്ല. കാരണം അമേരിക്കയുമായിട്ട് ഈ ബ്രിട്ടന്റെ അകൽച്ച തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണ് എങ്കിൽ കൂടി അവർക്ക് യൂറോപ്യൻ യൂണിയനിലല്ല. അവർ തമ്മിൽ അനവധി പ്രശ്നങ്ങൾ നിൽക്കുന്നു. അത് ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റുള്ളതും നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ സിറ്റുവേഷൻ. നമ്മൾ തന്നെ എനിക്ക് 3-4 മാസം മുമ്പ് കൊടുത്തിരുന്നു, റഷ്യയുടെ ചാരക്കപ്പലുകൾ ബ്രിട്ടന്റെ തീരത്തോട് അടുക്കുന്നു, അതിനെ UK വാച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത് പുടിന് ഇനിയിപ്പോൾ ഒരു അറ്റകൈ എന്ന നിലയിൽ UK അടിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴി. കാരണം ഉക്രൈനെ സംബന്ധിച്ച് ഒരു വാർത്തയോടെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിന് എതിരെ ഉക്രൈൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഉക്രൈന്റെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ട് അവിടെ നിന്നുള്ള ഗോതമ്പ് മുഴുവൻ റഷ്യ എടുക്കുകയാണ്. ആ ഗോതമ്പ് ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അപ്പൊ ഇതിനെതിരെയാണ് ഇപ്പൊ ഉക്രൈൻ രംഗത്തെത്തി. റഷ്യ പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ പുറത്ത് കേൾക്കുന്നതല്ല സംഭവം, ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഉക്രൈൻ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ഞങ്ങൾ ഈ യുദ്ധം കൊണ്ട് ദരിദ്രരായി മാറി, ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു ഇൻകമാണ് ഈ ഗോതമ്പ്, അതും ഇപ്പൊ കൊള്ളയടിക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നത് ബംഗ്ലാദേശാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് നിരോധനം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഉക്രൈൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, റഷ്യ ഉക്രൈൻ തമ്മിൽ ഇത്ര നാളുടെ യുദ്ധം നടന്നു, ഉക്രൈൻ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ ഒരു വലിയ ഭാഗം റഷ്യയുടെ കയ്യിലാണ്. ഉക്രൈനെ ശരിക്കും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് ഈ UK ബലത്തിലാണെന്ന് റഷ്യ കരുതുന്നു. അത് ഏറെക്കുറെ ശരിയാണ് താനും. അങ്ങനെ വരുമ്പോൾ ഏത് സാഹചര്യത്തിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. അതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ. കാരണം ബ്രിട്ടൻ എപ്പോഴും പറയുന്നത് റഷ്യ ഈ നിലയിൽ നിൽക്കുന്ന ലോകത്തിന് ഭീഷണിയാണ്. ഇനി ഐക്യരാഷ്ട്രസഭയില് ഇവര് നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന 2 രാജ്യങ്ങളാണ് പരസ്പരം. അങ്ങനെ ഒരു നീണ്ട ചരിത്രം തന്നെ ഇവർക്കുണ്ടെന്നുള്ളതാണ്. ശത്രുതയുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. അത് ഏത് നിമിഷവും അടിപൊട്ടാവുന്ന തരത്തിലേക്കാണ് മാറുന്നത്. ഒരുപക്ഷെ ഈ വാർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UK ഒരു ആക്രമണം നടത്തിയേക്കാം. പക്ഷേ UK ഈ ബ്രിട്ടന് അനവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ ബ്രിട്ടനുമായിട്ട് മാത്രം റഷ്യക്ക് അങ്ങനെ യുദ്ധം നടത്താനായിട്ട് സാധിക്കില്ലല്ലോ. ആ ബ്രിട്ടനെ തൊട്ടാ നാറ്റോ തൊടുന്നത് പോലെയല്ലേ, അതിന് തുല്യമല്ലേ അത്? അതെ, അത് ശരി. അതാണ് അതിന്റെ പ്രശ്നവും. കാരണം ഈ ഉക്രൈൻ വാർ ഈ ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ട് ഇത് എങ്ങും അമ്പിലും വില്ലിലും അടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ UK ഒരു സൈഡ് നിൽക്കുന്നത്, ബ്രിട്ടൻ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ബ്രിട്ടന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളെല്ലാം നിൽക്കുന്നത്, ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും. നിങ്ങൾ നിന്ന മുൻപന്തിയിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇവിടെയാണിത് എങ്ങും ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നില്ല. അതായത് എന്താണ് ഇപ്പോഴത്തെ കോംപ്രമൈസ് തെറ്റിപ്പോകാനുള്ള പ്രധാന കാരണം എന്താണ്? ഉക്രൈന്റെ ഡിമാൻഡ്സുകളെല്ലാം അംഗീകരിക്കണം എന്നുള്ള തരത്തിലേക്കാണ് ചർച്ചകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കോംപ്രമൈസ് ആകാത്തത്. ഈ ട്രംപ് സെലൻസ്കിയെ വിളിച്ച് ചൂടായതിന്റെ പിന്നിലും മറ്റൊന്നുമല്ല കാരണം. ഇത് എവിടെങ്കിലും ഒന്ന് എന്താ നമ്മളതിന് പറയുന്നത്, മലയാളത്തിൽ പറയുന്നുണ്ട്, അമ്പിനും വില്ലിലും എവിടെങ്കിലും ഒന്ന് അടുക്കണ്ടേ.
ഇത് അല്ല, പക്ഷെ രണ്ടിടത്തും വേറൊരു കാര്യം അടുത്തില്ല ഇതിൽ ഞാൻ എന്നുണ്ടെങ്കിൽ നിരീക്ഷിക്കുന്നത്, ഈ റഷ്യ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറാനിൽ നിന്നൊക്കെ മിസൈൽ വാങ്ങിച്ചുകൊണ്ടാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ബ്രിട്ടനെ നേരിടാൻ റഷ്യ അവരുടെ നല്ല ചിമിട്ടൻ സാധനം ഇറക്കിയ വിജയുടെ ശ്രദ്ധിച്ചായിരുന്നു. അവരുടെ നല്ല ഒന്നാം തര യുദ്ധക്കപ്പല്, അതിനകത്ത് മിസൈല്, നൂതന റഡാർ സിസ്റ്റം, നൂതനമായിട്ടുള്ള തോക്കുകൾ, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ എല്ലാം കൊണ്ടൊരു സഞ്ചരിക്കുന്ന ഒരു ദ്വീപ് പോലത്തെ ഒരു സാധനമാണ് അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ നമ്മൾ ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ പല ആൾക്കാരും വന്ന് കമന്റ് അടിക്കുമല്ലോ അതിന്റെ താഴെ, അതായത് ഈ റഷ്യയുടെ ഇനി ആയുധമില്ല, റഷ്യ പൊളിഞ്ഞു എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ അപ്പോഴേ പറയുന്നതാണ്, അവരുടെ ആയുധങ്ങളുടെ 1% പോലും അവർ പുറത്തെടുത്തിട്ടില്ല. യുക്രൈനെ അവർ ആക്രമിക്കുമ്പോൾ യുക്രൈൻ അവരുടെ സഹോദര രാജ്യമാണ് എന്നുള്ളൊരു തോട്ട് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് മിസൈലുകൾ അവിടെ വാരി ഇടുന്നു എന്നുള്ളതൊക്കെ ഇറാനിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇപ്പൊ നല്ല ഉഗ്ര സാധനം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നല്ല കിടിലമായിട്ട് ആ പടക്കപ്പലുകൾ നേരിടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇട്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരു തെറ്റാധാരണ എന്തുകൊണ്ടാണ് റഷ്യക്ക് ഒരു ചെറിയ രാജ്യമായ യുക്രൈൻ അടിച്ചിടാത്തത്. അതാ ഞാൻ അവിടുത്തെ ഒരു 20% പേരും റഷ്യൻസാണ്. ഇത് അവരുടെ രാജ്യമാണ്. അപ്പൊ അവർക്ക് ഒരു പരിധി വിട്ട് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് റഷ്യ പാർലമെന്റിൽ ഒരു പുതിയ നിയമം കൂടെ പാസ്സാക്കി പുടിൻ. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ വ്യക്തമാകുന്നുണ്ട്. അന്ന് പറഞ്ഞത്, അതിനു മുമ്പ് തന്നെ ഈ ഉക്രൈനുമായിട്ട് വാർ നടക്കുമ്പോൾ തന്നെ പുടിൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇതിനകത്തുനിന്ന് പാശ്ചാത്യ ശക്തികൾ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കളി മാറും, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ തമ്മിൽ തീർക്കാം എന്ന് പറയുന്നു. പക്ഷെ പാശ്ചാത്യ ശക്തികൾ ഇപ്പം ഉക്രൈനെ നശിപ്പിക്കണമെങ്കിൽ റഷ്യക്ക് നിഷ്പ്രയാസം നശിപ്പിക്കാൻ പറ്റും. പക്ഷെ റഷ്യയുടെ ലക്ഷ്യം നശിപ്പിക്കലല്ലോ, പിടിച്ചെടുക്കലല്ലേ അതിന്റെ കുറെ ഭാഗങ്ങള്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അവിടുന്ന് ഇപ്പൊ ഗോതമ്പും കൃഷി ചെയ്ത് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക അവര്. 2014 ക്യാപ്ചർ ചെയ്ത പ്രദേശമാണ്, ഇപ്പൊ ചെയ്തതല്ല, അന്നേ ഉണ്ട് പേടി. അപ്പം പറഞ്ഞത് പാശ്ചാത്യ ശക്തികൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. 2 മാസം മുമ്പ് പുതിയൊരു ആണവ നയം റഷ്യ പ്രഖ്യാപിച്ചു. അതായത് തങ്ങൾക്കെതിരെ പാശ്ചാത്യ ശക്തികൾ മാരക പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചാൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിനർത്ഥം ഒരു വലിയ പടയൊരുക്കം നടത്തുന്നു എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്, അത് ഇവരെപ്പോ ഒരുപക്ഷെ ഒരു വാറും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഒരു മാരകമായ ഒരു വാറായിരിക്കും, നമ്മൾ ഇതുവരെ കണ്ട ഒരു വാറായിരിക്കത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ നമ്മൾ പല സഖ്യങ്ങളും ഒളിഞ്ഞും പാത്തും ഒക്കെയാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ യുദ്ധത്തിൽ അങ്ങനെ ആകാൻ സാധ്യതയില്ല. UK ആയിട്ട് ഇപ്പൊ ഇന്ത്യയുടെ നിലപാടൊക്കെ വളരെ നിർണായകമായി മാറുന്ന ഒരു സംഭവത്തിലേക്കായിരിക്കും അത് പോകുന്നത്. അത് എത്രത്തോളം എങ്ങനെ മുമ്പോട്ട് വരും എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഫൈറ്റുകളാണ് നടന്നിരിക്കുന്നത്, ഇറാനുമായിട്ടുള്ളതും മറ്റുള്ളതും. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം UK നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അത്ര ദുർബലമായ രാജ്യമൊന്നുമല്ല. അവരുടെ ശക്തമായിട്ടുള്ള ഗ്രേറ്റ്, അത് മാത്രമല്ല അവരുടെ നാവിക ശക്തിയും വലിയ ശക്തി തന്നെയാണ് അവര്. അല്ല, ഇതില് പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ അവർക്ക് ശക്തിയുള്ളൂ എന്ന്. അത് വേറൊരു കാര്യം, അത് വേറൊരു ശക്തിയാണ്. എങ്കിലും UK സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ ആയിരുന്നു യുകെയുടെ സൈനിക ശേഷിയൊന്നും അതിഭീകരമായിട്ടുള്ള സൈനിക ശേഷിയുള്ള ഒരു രാജ്യം തന്നെയാണ് UK. പോരാത്തതിന് ഫ്രാൻസ് എടുത്ത് നോക്കിയാൽ, ഫ്രാൻസ് നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഒരു കുഞ്ഞു രാജ്യം, പക്ഷേ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിരിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഇനി ജർമ്മനി എടുത്ത് നോക്കിയാൽ, ജർമ്മനി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അമേരിക്കയെ പോലെ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ജർമ്മനി. ആ ജർമ്മനി റഷ്യയെ പിടിച്ചടക്കാൻ ഹിറ്റ്ലർ ജർമ്മനിയിൽ നിന്നാണ് പട നയിച്ചത്. പിന്നെ അന്നത്തെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് സ്റ്റാലിന്റെ മുമ്പിൽ ഹിറ്റ്ലർക്ക് അടിയറവ് പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും റഷ്യയെ ഹിറ്റ്ലർ പിടിച്ചടക്കിയാണ്. അപ്പോൾ ഈ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ആ ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ അത് വേറൊരു ശക്തിയായിട്ട് മാറും. എന്നാൽ ആ നാറ്റോയെ പോലും നേരിടാനുള്ള കരുത്തും കഴിവും റഷ്യയ്ക്കുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ബിജുചേട്ടൻ പറഞ്ഞതുപോലെ ഇതുവരെ ഉണ്ടായതുപോലെ ആയിരിക്കില്ല അത് സിവിലിയൻസിനെയൊക്കെ ഒരുപാട് ബാധിക്കും. ഒരു കോണ്ടിനെന്റിനെ തന്നെ സമ്പൂർണ്ണമായി ബാധിക്കുന്ന ഒരു യുദ്ധമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ പണിയൊക്കെ ഇപ്പോൾ പല രാജ്യങ്ങളും നടക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ കൊടുത്താണ്. എന്തായാലും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ ഈ കപ്പൽ അവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. താങ്ക് യു ബിജുചേട്ടൻ.